ലൂസിഫർക്ക് നമുക്ക് 100 മാർക്ക് കൊടുക്കാമെങ്കിൽ എമ്പുരാനിൽ നമ്മൾ പ്രതീക്ഷിച്ചത് 125 മാർക്കാണ്. ടീസർ വന്നപ്പോൾ 175 മാർക്കായി. പക്ഷെ ട്രെയിലർ കൂടി വന്നതോടുകൂടി 200 മാർക്ക്. എമ്പുരാൻ കണ്ടതിന് ശേഷം നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഈ സിനിമ ഒരു മികച്ച സിനിമയാണ്. ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, എന്നാൽ കുറച്ച് ഏരിയയിൽ ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. 1-2 നെഗറ്റീവ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഹെവി സ്പോയിലേഴ്സ് ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. സിനിമ കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക. ലൂസിഫർ സിനിമാറ്റിക് യൂണിവേഴ്സ് പുഷ്പ, ബാഹുബലി, KGF തുടങ്ങിയ ഫ്രാഞ്ചൈസികളിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ്. കാരണം ഗെയിം ഓഫ് ത്രോൺസിൽ നിന്ന് ഇൻസ്പയർ ആയ ബാഹുബലിയും, നാർക്കോസിൽ നിന്ന് ഇൻസ്പയർ ആയ പുഷ്പയും, ജോൺ വിക്കിൽ നിന്ന് ഇൻസ്പയർ ആയ KGF ഫ്രാഞ്ചൈസ് പോലെ അല്ല ലൂസിഫർ യൂണിവേഴ്സ്. ലൂസിഫർ യൂണിവേഴ്സ് ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ചെകുത്താനിൽ നിന്ന് ഇൻസ്പയർ ആകുന്നത്. ലൂസിഫർ എന്ന ക്യാരക്ടർ ബിബ്ലിക്കൽ ആണെങ്കിലും അതിന്റെ ഇൻസ്പിറേഷൻ റിനൈസൻസ് പീരീഡിലെ ലിറ്ററേച്ചറിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിസരം പാൻ ഇന്ത്യൻ അല്ല. എന്നാൽ ഇതിന്റെ കഥ കേരളത്തിലെ മലയാളികൾക്ക് മനസ്സിലാവും. പിന്നെ വേൾഡ് വൈഡ് ഉള്ള ജെൻസിക്കും ഇന്റലക്ച്വൽസിനും മനസ്സിലാവും. KGF, പുഷ്പ പോലെ യൂണിവേഴ്സിനെ കോപ്പി അടിക്കാതെ ക്രിയേറ്റ് ചെയ്ത ഒരു ഒറിജിനൽ യൂണിവേഴ്സ് ആണ് ലൂസിഫർ. നമ്മൾ ജീവിക്കുന്ന ലോകത്തെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ബേസ് സ്റ്റോറിയിൽ നിന്ന് ഉണ്ടായ ഒരു യൂണിവേഴ്സാണ് ലൂസിഫർ. അപ്പോൾ അതിൽ ഇന്റർനാഷണൽ കോൺസ്പിറസി തിയറി ഉണ്ടാവും, സ്പൈ ഏജൻസ് ഉണ്ടാവും, ഡ്രഗ് കാർട്ടൽസ് ഉണ്ടാവും, പവർ പൊളിറ്റിക്സ് ഉണ്ടാവും, ജിയോ പൊളിറ്റിക്സും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എമ്പുരാനിൽ മൾട്ടിപ്പിൾ ജോണേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പരിസരത്തിൽ നിന്ന് സ്റ്റീഫനെ മാത്രം അവതരിപ്പിക്കുന്നത് ശരിയല്ല. എമ്പുരാൻ ലൂസിഫർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ പരിപൂർണമായി വിജയിച്ചു എന്ന് വേണം പറയാം. ഒറ്റ ജോണറിൽ എമ്പുരാനെ അവതരിപ്പിക്കാൻ പാടാണ്. പക്ഷെ KGFിലെ ഹീറോ പോലെ അബ്രാഹാം ഖുറേഷിയെ കുറച്ചുകൂടി ഹീറോയിസം കാണിക്കാമായിരുന്നു. L3 അതിന്റെ കടം വീട്ടുമെന്ന് കരുതുന്നു. ലാലേട്ടൻ കഴിഞ്ഞാൽ സിനിമയിൽ ഏറ്റവും തിളങ്ങിയിരിക്കുന്നത് മഞ്ജു വാര്യർ തന്നെയാണ്. മഞ്ജു വാര്യരുടെ സീനുകളാണ് സിനിമയിൽ ഏറ്റവും നല്ലതുപോലെ എഴുതിയിട്ടുള്ളത്. മഞ്ജു വാര്യരുടെ പല സീനുകളും മാസുമായിരുന്നു, ക്ലാസുമായിരുന്നു. ജിതിൻ രാംദാസുമായിട്ടുള്ള ക്ലാഷ് ഓഫ് ഐഡിയോളജീസ് ഒക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ഫാൻ ഷോ ആയതുകൊണ്ട് ഒരുപാട് കയ്യടി മഞ്ജു വാര്യർക്ക് കിട്ടിയില്ലെങ്കിലും വരുന്ന നാളുകളിൽ ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ആകുന്ന ക്യാരക്ടറാണ് പ്രിയദർശിനി രാംദാസ്. പെർഫോമൻസ് വൈസും റൈറ്റിംഗ് വൈസും ക്യാരക്ടർ ആർക്ക് വൈസും 100 out of 100 ആണ് മഞ്ജു വാര്യരുടെ പെർഫോമൻസിന്. ഹിന്ദി സിനിമയിലെ പല ഹെലികോപ്റ്റർ ഫൈറ്റുകളും നമുക്ക് ഒരു കോമഡി പീസായിട്ടാണ് തോന്നാറുള്ളത്. പക്ഷേ എമ്പുരാനിലെ ഓപ്പണിംഗ് ഹെലികോപ്റ്റർ സീനും ഫൈറ്റ്സും ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാത്തിനും ഒരു ഹോളിവുഡ് നിലവാരം തന്നെ ഉണ്ടായിരുന്നു. ഇതിലും മികച്ചതാകണമെങ്കിൽ നമുക്കൊരു ഹോളിവുഡ് ബഡ്ജറ്റ് തന്നെ വേണ്ടിവരും. പിന്നെ മുണ്ടും മടക്കിയുള്ള വാഡ 2.0 അടി ഒരു ജംഗിൾ പൊളിയായിരുന്നു. 3ൽ വാഡ 3.0 ഉണ്ടെങ്കിൽ ഓഡിയൻസിന് ഒരു സർപ്രൈസ് എലമെന്റായി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് ടീസറിലും ട്രെയിലറിലും കാണിക്കരുത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് സിനിമയുടെ മ്യൂസിക്കാണ്. അത് ഒരു അനിരുദ്ധോ അല്ലെങ്കിൽ സുഷീൻ ശ്യാമോ അല്ലെങ്കിൽ രവി ബ്രസ്റൂറോ ചെയ്താൽ അടിപൊളി ആയേനെ എന്ന് പലരും പറഞ്ഞു. പക്ഷെ എന്റെ അഭിപ്രായം മറിച്ചാണ്. ഒരു മ്യൂസിക് ഒരിക്കലും സിനിമയുടെ വിഷ്വൽ സ്റ്റോറിയെ ഓവർകം ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അനിരുദ്ധിന്റെ പാട്ടയടി ഒരു ഹീറോയെ എലിവേറ്റ് ചെയ്യുമെങ്കിലും ദീപക് ദേവ് സിനിമയിൽ വളരെ ബ്ലെൻഡ് ആയിട്ടാണ് മ്യൂസിക് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ ദീപക് ദേവിന്റെ മ്യൂസിക് സഹായിച്ചിട്ടുണ്ട്. എന്നാലും സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സിന് വേണ്ടി ഖുറേഷി ഇബ്രാഹിമിന്റെ സീൻസിൽ ഈ പാട്ടയടി കൊടുക്കാമായിരുന്നു. മഞ്ഞുമേൽ ബോയ്സിനായി ബോക്സ് ഓഫീസിൽ തകർത്ത് മുന്നേറുന്ന എമ്പുരാന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും ഒരു വിക്രം ലെവലിൽ ഉയരാത്തതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.